നമസ്കാരം. സിറിയയുടെ 80% സൈനിക ശേഷിയും 48 മണിക്കൂറിനുള്ളിൽ തന്നെ ഇല്ലാതാക്കി കഴിഞ്ഞു എന്ന് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം തന്നെ അവരുടെ പ്രധാന വാദമായി ഉന്നയിക്കുകയാണ് എന്ന് പറയാം. അത്യാധുനിക ആയുധങ്ങൾ ശത്രുക്കളുടെ കയ്യിൽ എത്തുന്നത് തടയാനായാണ് നടപടിയെന്ന് ഇസ്രായേൽ അധിനിവേശ സേന പ്രസ്താവനയിൽ പ്രധാനമായി പറയുന്നുണ്ട്. സിറിയയിലെ വിവിധ പ്രദേശങ്ങളിലായി 480 തവണയായിട്ടാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ദംസക്കസ്, ഹുംസ്, താർത്തസ്, ലദാക്കിയ, പാൽമിറ തുടങ്ങിയ പ്രദേശങ്ങളിൽ സൈനിക താവളങ്ങളെയും ആയുധശാലകളെയുമായിട്ടാണ് യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും കൊണ്ട് ആക്രമിച്ചത്. സിറിയയുടെ സ്കഡ് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും മറ്റ് അത്യാധുനിക ആയുധങ്ങളുമെല്ലാം നശിപ്പിച്ചെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നതെന്ന് പറയാം. മിനറ്റ് എൽ ബെയ്ത്ത് പ്രദേശത്തെയും ലഡാക്കിലെത്തിയും നാവികസേനാ താവളങ്ങളെയും തകർത്തിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന 15 നാവികസേന കപ്പലുകളും ബോട്ടുകളും നശിപ്പിച്ചിട്ടുമുണ്ട്. അതേസമയം സിറിയയ്ക്ക് പിന്തുണയുമായി സിറിയൻ തീരത്തുണ്ടായിരുന്ന റഷ്യൻ സൈനിക കപ്പലുകൾ സ്ഥലം വിട്ടതായി വാർത്താ സമ്മേളനത്തിലും അതുപോലെ തന്നെ വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5 സൈനിക കപ്പലുകളും ഒരു അന്തർവാഹിനിയുമായിട്ടാണ് തീരം വിട്ടത്. നിലവിൽ സിറിയയിലുള്ള സൈനിക താവളങ്ങളുമായി ബന്ധപ്പെട്ട് വിമതരുമായി റഷ്യ ചർച്ച നടത്തുന്നുണ്ട്. ലഡാക്കിയയിൽ തന്നെ റഷ്യയിൽ വലിയൊരു വ്യോമ സേനാ സൈനിക താവളമുണ്ട് എന്ന് പറയുന്നു. അവിടെ നിന്നാണ് ആഫ്രിക്കയിൽ മിഷനുകൾ റഷ്യ നടത്തുന്നത്. സിറിയയിൽ സ്ഥിരതയും ശാന്തിയും ഉണ്ടാക്കുന്നതിനാണ് പ്രഥമ പരിഗണനയെന്ന് ഇടക്കാല പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ബഷീർ പറഞ്ഞിരുന്നു. അസദിന്റെ കാലത്തെ ഉദ്യോഗസ്ഥരുമായാണ് ഇക്കാര്യം ചർച്ച നടത്തുന്നതായും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. സിറിയയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രതിനിധികളുമായി ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് പറയാം. ബഷാറുൽ അസദിന്റെ നാടായ ഖർദാഹയിൽ അലവി വിഭാഗക്കാരുമായി വിമത സൈന്യം കഴിഞ്ഞ ദിവസം സമാധാന കരാർ ഒപ്പിട്ടിരുന്നു. ഇത്തരത്തിലുള്ള നിരവധി ചർച്ചകൾ ഫലപ്രദേശങ്ങളിലുമൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നും പറയാം. അതിനിടെ സിറിയൻ അതിർത്തിയിൽ തരിശായ ഒരു ബഫർ സോൺ നിർമ്മിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചിട്ടുണ്ട്. സിറിയയിലെ പുതിയ സർക്കാരുമായി ബന്ധമുണ്ടാക്കാൻ തയ്യാറാണ് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസ്താവനയിൽ പറയുന്നുമുണ്ടായിരുന്നു. സിറിയയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് തന്നെ പറയാം. എന്നാൽ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് അനുസൃതമായി തന്നെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം. അസദിന്റെ കാലത്ത് ആയുധങ്ങൾ മറ്റാരും ഉപയോഗിക്കാൻ തന്നെ സമ്മതിക്കില്ല എന്നുകൂടി പറയുന്നു. ഇറാനെ വീണ്ടും സിറിയയിൽ കുടിയിരുത്തിയാലോ എന്ന ആയുധങ്ങൾ ഹിസ്ബുള്ളയ്ക്ക് നൽകിയാലോ ഞങ്ങൾ ആക്രമിച്ചാലോ ശക്തമായി പ്രതികരിക്കുമെന്നും കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്ന ഈ സർക്കാർ ആവർത്തിക്കരുതെന്ന് പറയുന്നുണ്ട്. നെതന്യാഹു പറഞ്ഞതാണ് ഇത്തരം വാക്കുകൾ. സിറിയയിൽ ഇസ്രായേൽ നടത്തുന്ന കടന്നുകയറ്റങ്ങളെ തുർക്കിയും ഖത്തറും യുഎഇയും ഈജിപ്തും സൗദി അറേബ്യയും അപലപിച്ചിട്ടുണ്ടായിരുന്നു. സിറിയയിലെ അസ്ഥിരത ഇസ്രായേൽ മുതലെടുക്കുകയാണെന്നും ഈ 5 രാജ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സിറിയയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളും കടന്നുകയറ്റങ്ങളും ഉടൻ അവസാനിപ്പിക്കണമെന്ന് സിറിയയുടെ പ്രത്യേക ഐക്യരാഷ്ട്ര സഭ പ്രതിനിധി ഗിയ പെഡേസൻ പറഞ്ഞു. ഇസ്രായേലി സർക്കാരുമായും സിറിയൻ വിമതരുമായും ഒക്കെ ബന്ധപ്പെടുന്നതായി യുഎസിലെ വൈറ്റ് ഹൗസ് വക്താവ് ജോൺ കിർബി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജാക്ക് സള്ളിവൻ വ്യാഴാഴ്ച ഇസ്രായേലിലെത്തും. കാണാതായ ബന്ധുക്കളെ തേടി സിറിയൻ ജനത ജയിലുകളിൽ പ്രവേശിക്കുകയാണ്. സിറിയ പിടിച്ചെടുത്തതിന് പിന്നാലെ കുപ്രസിദ്ധമായ സെത്നായതിൽ നിന്നുൾപ്പെടെ വിവിധ ജയിലുകളിൽ നിന്ന് തടവുകാരെ മോചിപ്പിക്കാൻ വിമതർ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. തുടർന്ന് ജയിലുകൾ തുറന്നിടുകയും നിരവധി തടവുകാർ ജയിലിൽ മോചിതരാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ജയിൽ തുറന്നെങ്കിലും പുറത്തു വരാത്ത ബന്ധുക്കളെ തേടിയാണ് കുടുംബാംഗങ്ങൾ ജയിലിനുള്ളിൽ കയറിയതെന്ന് കൂടി പറയാം. ജയിലിൽ കയറി പരിശോധിച്ചെങ്കിലും നിരവധി പേരെ കാണാനില്ലെന്നും വിവരത്തിൽ പറയുന്നു.